കോഴിക്കോട് പതങ്കയം വെള്ളച്ചാട്ടത്തിൽ കാണാതായ വിദ്യാർത്ഥിക്ക് വേണ്ട തിരച്ചിൽ ഇന്നും തുടരുകയാണ്. കുളിക്കാൻ ഇറങ്ങിയപ്പോൾ കുട്ടി ഒഴുക്കിൽപ്പെട്ട് നിലവില് കാണാതാവുകയായിരുന്നു. ഞായറാഴ്ചയാണ് ഈ അപകടം ഉണ്ടായത്. കാലാവസ്ഥയാണ്. ചെറിയൊരു സ്പ്രേ മഴ ഉണ്ട്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വെള്ളം കലക്കില്ല, നല്ല ക്ലിയർ വാട്ടറാണ്. മഴ ഒക്കെ ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട്. അഞ്ജന സുമാരൻ വിവരങ്ങളുമായി. അഞ്ജന, ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അപകടകരമായൊരു സ്ഥലമാണ് എന്ന് മനസ്സിലാകുന്നുണ്ട്. കുട്ടി ഈ പതങ്കയം സ്വദേശി തന്നെയാണോ, അതോ വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായി സ്ഥലം കാണുന്നതിന് വേണ്ടി വന്നപ്പോൾ വെള്ളത്തിൽ ഇറങ്ങിയതാണോ? എങ്ങനെയാണ് അപകടമുണ്ടായത്? രതീഷ്, കോഴിക്കോട് പതങ്കയം വെള്ളച്ചാട്ടത്തിൽ കാണാതായ കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് 3-ാം ദിവസത്തിലാണ്. ഞായറാഴ്ച ഉച്ചയോടെയാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത്. മഞ്ചേരി സ്വദേശിയായ കുട്ടിയാണ് ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. അലൻ അഷ്റഫ് എന്ന +1 വിദ്യാർത്ഥിയാണ്. 6 വിനോദ സംഘത്തോടൊപ്പം എത്തിയതായിരുന്നു കുട്ടി ഞായറാഴ്ച. ഈ 6 പേരും വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു. അവധി ദിവസമായിരുന്നു ഞായറാഴ്ച. അവധി ആഘോഷിക്കാൻ വേണ്ടി മഞ്ചേരിയിൽ നിന്നും പതങ്കയം വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിയതാണ് കുട്ടി. കുട്ടി കുളിക്കാനിറങ്ങി കാൽ വഴുതി ഒഴുക്കിൽപ്പെട്ട് പോവുകയായിരുന്നു. കുട്ടിയുടെ സുഹൃത്തുക്കൾ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അവർക്ക് പിടികിട്ടിയില്ല. കുട്ടി ഒഴുക്കിൽ വളരെ അധികം ഒഴുക്കുള്ളൊരു ദിവസമായിരുന്നു അന്ന്. ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഇരുവഴിഞ്ഞിപ്പുഴയുടെ മുകൾ ഭാഗമാണ് ഈ പതങ്കയം വെള്ളച്ചാട്ടം. നേരത്തെയും ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചൊരു സ്ഥലം കൂടിയായിരുന്നു. 27ഓളം പേരാണ് ഈ അപകടത്തിൽ ഇവിടെ മരണപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഇന്നലെ പുഴയിൽ നല്ല കുത്തൊഴുക്കുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മലയോര മേഖലകളിൽ മലവെള്ള പാച്ചിലും ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ പുഴയിൽ വെള്ളം കൂടിയതുകൊണ്ട് തിരച്ചിൽ ദുഷ്കരമായിരുന്നു. അതോടെ ഈ ഒരു തിരച്ചിൽ ഇന്നലെ വൈകിട്ടോടെ നിർത്തുകയായിരുന്നു. ഇന്നിപ്പോൾ 3-ാം ദിവസമാണ്. രാവിലെ 9 മണിയോടെ തന്നെ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സ് ടീമും മുങ്ങൽ വിദഗ്ധരും സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും ഒപ്പം തന്നെ നേപ്പാളിൽ നിന്നുള്ള കയാക്കിംഗ് വിദഗ്ധരും ഈ ഒരു തിരച്ചിലിന്റെ ഭാഗമായിട്ടുണ്ട്. ഇന്നലെയൊക്കെ പതങ്കയം മുതൽ അരിപ്പാറ വരെയുള്ള മേഖലകളിലായിരുന്നു തിരച്ചിൽ നടത്തിയിരുന്നത്. ഇന്നും അവിടെയൊക്കെ തന്നെയാണ് തിരച്ചിൽ നടത്തുന്നത്. ഈ പതങ്കയം വെള്ളച്ചാട്ടത്തിന്റെ അടിഭാഗത്ത് നിരവധി പാറക്കൂട്ടങ്ങളുള്ള ഒരു മേഖലയാണ്. അപ്പോൾ കുട്ടി പാറക്കൂട്ടങ്ങൾക്കിടയിൽ കിടക്കുന്നുണ്ടോ എന്നുള്ള രീതിയിലുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും ഇന്നലെ പുഴയിൽ വെള്ളം കൂടുതലുള്ളതുകൊണ്ട് ഡ്രോൺ പരിശോധന ഉൾപ്പെടെ നടത്തിക്കൊണ്ടുള്ളൊരു തിരച്ചിലായിരുന്നു ഇന്നലെ. ജില്ലയിൽ ഏതായാലും ഇന്നിപ്പോൾ യെല്ലോ അലർട്ട് ആയതുകൊണ്ട് തന്നെ മഴയുണ്ട്. അപ്പോൾ ഇന്നലെ മഴ കുറവായിരുന്നു, പക്ഷേ അതുകൊണ്ട് തന്നെ ഇന്ന് പുഴയിൽ ഒഴുക്കും കുറവാണ്. രാവിലെയൊക്കെ ഒഴുക്ക് കുറവായിരുന്നു. അതുകൊണ്ട് ഇന്നിപ്പോൾ തിരച്ചിലിന് വലിയ ബുദ്ധിമുട്ടുകളില്ല. തിരച്ചിൽ രാവിലെ തന്നെ തുടങ്ങിയിട്ടുമുണ്ട്. ശരി, ഞായറാഴ്ചയാണ് കുട്ടിയെ കാണാതായത്. ഇന്നും തിരച്ചിൽ തുടരുകയാണ്. നിരവധി പേർക്ക് ജീവൻ നഷ്ടമായ പതങ്കയം വെള്ളച്ചാട്ടത്തിലാണ് ഈ അപകടം ഉണ്ടായത്. അപകടം ഉണ്ടാകുന്ന സ്ഥലമാണ് എന്ന മുന്നറിയിപ്പ് ബോർഡൊക്കെ അവിടെ ഉണ്ടോ എന്ന കാര്യം തന്നെ സംശയമാണ്.